പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ആലപ്പുഴ പത്തനംതിട്ട സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ശാമ സ്കൂൾ പഠനവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പഠിക്കുവാനുള്ള പാഠത്തിൻ്റെ ഹെഡിങ് മാനസാന്തരവും ക്ഷമയും എന്നുള്ളതാണ്. നമുക്കാദ്യം അതിൻ്റെ മനഃപ്പാഠവാക്യം വായിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 1 യോഹന്നാൻ 1:9 വാക്യമാണിത്. ഈ വാക്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം ഈ വാക്യത്തിൽ തന്നെ പാപത്തെയും പാപക്ഷമയെയും ശുദ്ധീകരണത്തെയും സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പാഠത്തിൽ കൽപ്പന, പാപം ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചതെങ്കിൽ ഈ ആഴ്ച അതിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ശ്രമിക്കുന്നത്. പാപത്തിൻ്റെ സ്വഭാവം എന്താണ്, അതുപോലെ പാപം നമ്മളിൽ അല്ലെങ്കിൽ മനുഷ്യരാശിയിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. നമുക്കറിയാം, പാപം എന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ ദൈർഘ്യമുള്ള ഒരു വിഷയമാണ്. കാരണം മനുഷ്യൻ പാപത്തിലേക്ക് വീണു, നിരാശയറ്റ ഒരു ജീവിതം, അതുപോലെ തന്നെ അന്ധകാരം നിറഞ്ഞ ഒരു ജീവിതം അവന് മുമ്പിൽ കാണപ്പെട്ടു. ഈ സന്ദർഭത്തിൽ നീതിമാനായ ദൈവം മനുഷ്യൻ്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ അവനെ കൈവിട്ടില്ല. ദൈവം അവനോട് കരുണ കാണിക്കുകയും കാലസമ്പൂർണതയിൽ വീണുപോയ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യുണ്ടായി. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യതകളിലും ദൈവം എത്രമാത്രം ശ്രദ്ധാലുവാണ്, ദൈവം എത്രത്തോളം കൺസേൺഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും അവനെ നഷ്ടപ്പെട്ടുപോയ ആ സ്വർഗീയ സൗഭാഗ്യങ്ങൾ തിരികെ കൊടുക്കുന്നതിന് വേണ്ടി ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രായശ്ചിത്തം ചെയ്യുകയും നമുക്ക് വേണ്ടി ഇന്നും ഇൻ്റർവ്യൂൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപ അവസ്ഥയിലുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ അന്ധകാരം നിറഞ്ഞ ഒന്നാണ്. നിരാശയറ്റ ഒരു ജീവിതമായിരിക്കും അത്. അപ്പം അങ്ങനെയുള്ള ജീവിതത്തിൽ മനുഷ്യന് രക്ഷയുടെ വലിയ വെളിച്ചം, ആ പ്രത്യാശയുടെ വെളിച്ചം കാണിച്ചു തരുന്നത് ദൈവവചനവും അതിൽ പ്രതിപാദിക്കുന്ന ദൈവവുമാണ്. അതുകൊണ്ട് ഈ പാഠത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, പാപം എവിടെ ഉത്ഭവിച്ചു, അതെന്താണ്, അതുപോലെ ദൈവം എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്, അവനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് പദ്ധതിയാണ് ആവിഷ്കരിച്ചത്, അതുപോലെ ദൈവം പാപത്തിലകപ്പെട്ടു പോയ മനുഷ്യനെ തന്നിലേക്ക് വിളിക്കുന്ന ഗോഡ്സ് കോൾ നമുക്കവിടെ കാണാൻ കഴിയും.
അതുപോലെ മാനസാന്തരം എന്താണ്? അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രത്യാശയാണ്, അല്ലെ എന്ത് റിവാർഡ്, എന്ത് പ്രതിഫലമാണ് അവനെ കാത്തു നിൽക്കുന്നത് ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നു. നമുക്കറിയാം, ഇന്നത്തെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള ഒരു സമയമാണ്. മനുഷ്യൻ പലപ്പോഴും അവൻ്റെ തിരക്കിനിടയിൽ ദൈവത്തെ ആരാധിക്കാൻ മറന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകുന്നു. അല്ലെങ്കിൽ തൻ്റെ ദൈനംദിന ചര്യകൾക്കിടയിൽ വിശുദ്ധ ദിവസത്തിൻ്റെ പോലും പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മറന്നുകൊണ്ട് മനുഷ്യൻ മറ്റ് കാര്യാദികളിൽ മുഴുകുകയും ദൈവത്തെ വേണ്ടുന്ന പോലെ ആരാധിക്കാൻ കഴിയാതെ ഇരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാവും. നമ്മുടെ ഈ കഥയിൽ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശം കാണാം. അവൾ വിശുദ്ധ ദിവസം ശബ്ബത്തിൽ രാവിലെ പല കാര്യങ്ങളെ ചൊല്ലി അവൾ വളരെ വ്യാകുലപ്പെടുന്നു. അവൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഒന്നിലും സംതൃപ്തി തോന്നാതിരുന്നതിനിടയിലും പെട്ടെന്ന് അവളിലേക്ക് കടന്നു വന്ന ആ വിശുദ്ധ ദിവസത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അവളുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആകുലവും മാറ്റുകയും ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കുന്നതിന് അവളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ വസിച്ചുകൊണ്ട് വളരെ സൈലൻ്റായിട്ട് നിശബ്ദമായി നമ്മളോട് സംസാരിക്കുന്ന ഒന്നുണ്ട്. അതിനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ അത് വലിയ ഒരു ശബ്ദമായി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളോട് മന്ദമായി സംസാരിക്കുന്ന ഒരു ശബ്ദമാണത്. ആ ശബ്ദമാണ് നമ്മളെ പാപങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അതിനെ തള്ളിപ്പറയുവാനും മാനസാന്തരത്തിലേക്ക് വഴി നടത്തുവാൻ ഇടയാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ദമായ ശബ്ദത്തിന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് പാത്രമാകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുറവുകളെയും പാപങ്ങളെയും തിരിച്ചറിയുവാനും മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനും കഴിയുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും ഉപരിയായി നമുക്ക് നമ്മളോട് സംസാരിക്കുന്ന, മന്ദമായി സംസാരിക്കുന്ന ആ സ്വരത്തിന് നമ്മൾ ചെവി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക്, അതായത് റിയൽ റിപ്പൻറ്റൻസിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ ലോകത്ത് മാനസാന്തരം എന്ന് പറഞ്ഞാൽ അധികമാരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമല്ല എങ്കിൽ കൂടിയും നമ്മൾ തിരുവചനത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സ്നാപക യോഹന്നാനും അതുപോലെ യേശുക്രിസ്തുവും മാനസാന്തരപ്പെടേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയുന്നു. അത് അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണെന്ന് അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അതായത് മത്തായിയുടെ സുവിശേഷം 3:1-2 വാക്യങ്ങൾ പറയുന്നത്, സ്നാപക യോഹന്നാൻ പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് മാനസാന്തരപ്പെടേണ്ടത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ യേശുക്രിസ്തുവും അതേ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറഞ്ഞത്, കാലം പൂർണ്ണമായിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുമെന്നാണ്. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരേണ്ടത് ഏറ്റവും കരണീയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ മാനസാന്തരം സംഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനും
ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനും കഴിയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 3-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ പറയുന്നത് മാനസാന്തരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും അതാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് പ്രചോദനമായി തീരുന്നത് എന്നാണ്. അതായത് സ്പിരിച്വൽ ഗ്രോത്തിന് മാനസാന്തരം ഏറ്റവും ആവശ്യമാണ്. ആ മാനസാന്തരത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയും ദയയുമാണ്. ഒരു മനുഷ്യന് സ്വയമായിട്ട് ആ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുവാൻ കഴിയുന്നതല്ല. റോമർ 2:4 വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പറയാം, ദൈവം എപ്പോഴും നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നവനാണ്, കരുണയുള്ളവനാണ്, അതുപോലെ ക്ഷമിക്കുന്നവനാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പഴയ നിയമത്തിൽ ഹോശേയയുടെ പുസ്തകത്തിൽ അതിൻ്റെ 6-ാം അധ്യായത്തിൽ അധ്യായം മുഴുവനായിട്ടും അന്നത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ പാപപങ്കിലമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും അവർ ദൈവത്തിൽ നിന്ന് എത്രത്തോളം അകന്നു പോവുകയും അവിശ്വസ്തത കാണിക്കുകയും ചെയ്തു എന്നതിൻ്റെ സൂചനകൾ അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ പ്രവാചകൻ്റെ തന്നെ ഭാര്യ ഗോമറിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. അതായത് സ്വന്തം ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച ഒരു വേശ്യയായി തീർന്ന സ്ത്രീ ആയിട്ടാണ് ഗോമറിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് സ്വന്തം ഭർത്താവിൽ നിന്ന് അകന്നുപോയ ഒരു സ്ത്രീ, അവിശ്വസ്തയായി തീർന്ന ഒരു സ്ത്രീ. സാധാരണ സഭയെ അല്ലെങ്കിൽ ഈ ലോകത്തെ സ്ത്രീയോടാണ് ഉപമിക്കുന്നതെങ്കിൽ ഇവിടെ ഗോമർ പ്രതിദാനം ചെയ്യുന്നത് ഇസ്രായേൽ ജനം തന്നെയാണ്. അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നു, ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും മറന്നു, ദൈവത്തോട് തെറ്റ് ചെയ്യുകയും ദൈവസ്നേഹം വിട്ടുകളയുകയും ചെയ്ത അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വെർബ്, ഒരു ക്രിയാപദം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഷുബ് എന്ന പദത്തിൻ്റെ അർത്ഥം റിട്ടേൺ എന്നാണ്. അതായത് ഇവിടെ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ തെറ്റിപ്പോയ ഇസ്രായേൽ ജനത്തെ തന്നിലേക്ക് വിളിക്കുന്ന, മടങ്ങി വരൂ എന്നുള്ള ഒരു ആഹ്വാനം, ദൈവത്തിൻ്റെ വിളി നമുക്കിവിടെ കേൾക്കുവാൻ കഴിയും. ഇസ്രായേലിൻ്റെ മാനസാന്തരത്തെയും ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ 5-ാം അധ്യായം 14-ാം വാക്യത്തിലും പറയുന്നത് ഇതാണ്: ദൈവം ഇസ്രായേലിനെ ഇനിയും ഉയർത്തുമെന്നും അവർ വീണുപോയ അവസ്ഥയിൽ നിന്ന് അവരെ ഉയർത്തുമെന്നാണ്. ഒരു മാനസാന്തരം ഇസ്രായേൽ ജനത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇവിടെ പിന്നെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്ര പ്രാധാന്യമുള്ള ഈ വിഷയം, അതായത് മാനസാന്തരം, 2 കാര്യങ്ങൾ അതിൽ പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 കാര്യങ്ങൾ. അതായത് ഒന്നാമത്, മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വന്തം തെറ്റുകളെക്കുറിച്ച്, തൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആ വേദനയാണത്, ദുഃഖമാണത്. എന്ന് പറയാൽ തൻ്റെ പാപത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് സ്വയം തോന്നുന്ന ഒരു വേദന അല്ലെങ്കിൽ ആ ദുഃഖം, അതിനെയാണ് നമ്മൾ മാനസാന്തരമെന്ന് ആദ്യമായി പറയേണ്ടി വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തിക്ക് തൻ്റെ പാപങ്ങളെ ഉപേക്ഷിക്കാനുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമാണത്. ചിലപ്പോൾ ചിലരിൽ സംഭവിക്കുന്ന മാനസാന്തരങ്ങൾ നൈമിഷികമായിട്ടുള്ള, ടെമ്പററി ആയിട്ടുള്ള ഒന്നായിരിക്കാം. പക്ഷേ മാനസാന്തരം വന്നു എന്ന് നമുക്ക്
ഉറപ്പാക്കണമെങ്കിൽ ആ വ്യക്തി മനഃപൂർവ്വമായി തൻ്റെ പാപങ്ങളെ അല്ലെങ്കിൽ വീഴ്ചകളെ തുറന്നു പറയുന്ന ആത്മാർത്ഥമായി തുറന്നു പറയുകയും ദൈവത്തോട് തുറന്നു പറയുകയും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് ഇവിടെ പറഞ്ഞ 2 സ്റ്റെപ്പുകൾ. അതായത് ഒന്ന്, സ്വയം തോന്നുന്ന ഒരു വേദന അല്ലെങ്കിൽ ദുഃഖം, അതുപോലെ വളരെ ആത്മാർത്ഥമായി ഓണസ്റ്റായിട്ട് ഒരു വ്യക്തി എടുക്കുന്ന ഒരു തീരുമാനം, പാപത്തെ ഉപേക്ഷിക്കുവാനുള്ള തീരുമാനമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നു, യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് ദൈവം നൽകുന്ന പാപമോചനമാണ്. നമ്മൾ റിപ്പൻ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു വ്യക്തി തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ, കുറ്റബോധം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കുവാൻ എപ്പോഴും തയ്യാറാണ് എന്നുള്ളതാണ്. ഗോഡ് ഫോർഗിവ്സ് അവർ സിൻസ്. നമ്മൾ ഏറ്റുപറയുമെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കുവാൻ എപ്പോഴും കരുണയുള്ളവനാണ്. അതുകൊണ്ട് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നവീകരണം കൂടാതെയുള്ള അനുതാപം യഥാർത്ഥ അനുതാപമല്ല. അതായത് നവീകരണം കൂടാതെയുള്ള അനുതാപം. നമ്മൾ അനുതാപിക്കുന്നുവെങ്കിൽ, നമ്മൾ പാപങ്ങളെ തള്ളിപ്പറയുന്നുവെങ്കിൽ, മാനസാന്തരപ്പെട്ടുവെന്നു നമുക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ അത് ഒരു നവീകരണം, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം, ഒരു പുതുക്കം സൃഷ്ടിക്കുന്നതൊന്നായിരിക്കണം. മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുന്നുവെങ്കിൽ, തൻ്റെ ജീവിതത്തിൽ സമൂലമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നുവെങ്കിൽ മാത്രമേ അതിനെ ശരിയായിട്ടുള്ള മാനസാന്തരം എന്ന് പറയുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മതിയായ കൃപ നമുക്ക് ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 103:8 പറയുന്നതും, ദൈവത്തോട് ഒരു പാപി ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ അവനോട് ക്ഷമിക്കുവാൻ ദൈവം എപ്പോഴും കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. ധാരാളമായി നമ്മളോട് ക്ഷമിക്കുകയും വളരെ സാവകാശം മാത്രം ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം നമ്മളവിടെ കാണുന്നു. ധാരാളമായി ക്ഷമിക്കുവാൻ കഴിയുന്ന കൃപയുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഒരു പാപി തൻ്റെ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ആ വ്യക്തിയെ സ്വീകരിക്കുവാൻ ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് എന്ന് നമ്മളറിയാം. ഈ സന്ദർഭത്തിൽ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചില സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ചില വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒന്നാമത്, ദൈവം കൃപയുള്ളവനാണ്. അതായത് അതിന് എബ്രായ ഭാഷയിൽ മെർസിഫുള്ളാണ്. അതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് രഖം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് തൻ്റെ ഉദരത്തിലുള്ള ആ കുഞ്ഞിനോട് തോന്നുന്ന അത്ര വലിയ ഒരു ഇൻറ്റിമസി, അടുപ്പം, ബന്ധം കാണിക്കുന്ന ഒരു പദമാണ് മെർസി എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഗോഡ് ഈസ് മെർസിഫുൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു അമ്മ തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനോട് കാണിക്കുന്ന പോലെയുള്ള ആ സ്നേഹം, അടുപ്പം കാണിക്കുന്ന ആളാണ് ദൈവം. ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവം കൃപാലുവാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം എന്ന് പറയുന്നത് ഹിനാം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് എന്തെങ്കിലും പൂർണ്ണമായി സൗജന്യമായി നൽകുന്ന ഒന്ന് എന്നാണ് ഇതിനർത്ഥം. ദൈവം നമ്മളോട് ക്ഷമിച്ചത്, ദൈവം നമുക്ക് രക്ഷ വാഗ്ദാനം ചെയ്തത്, അല്ലെങ്കിൽ പാപക്ഷമ നൽകിയത് നമ്മളോട് ഒന്നും പ്രതിഫലം വാങ്ങിക്കൊണ്ടല്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷപ്പെട്ടിരിക്കുന്നുവെന്നാണ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൃപയാലാണ്, ദൈവം കൃപാലുവാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ അടുത്ത
സ്വഭാവം എന്ന് പറയുന്നത് ലോങ് സഫറിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്റററി മീനിങ് എന്ന് പറയുന്നത് ലോങ് ഓഫ് നോസ് എന്നാണ്. അതായത് വളരെ കാലത്തേക്ക് ക്ഷമ കാണിക്കുന്നവനാണ് ദൈവം എന്നാണ്. ക്ഷമ, തലമുറകളോളം നമ്മളോട് ക്ഷമിക്കുവാൻ കഴിയുന്ന വലിയവനായ ഒരു ദൈവത്തിൻ്റെ ആ സ്വഭാവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ അടുത്ത സ്വഭാവം എന്ന് പറയുന്നത് ഗുഡ്നെസ് ആൻഡ് ട്രൂത്ത്. ദൈവം നീതിമാനും സത്യവാനുമാണ്. ദൈവം സത്യമാണ്, ദൈവം നീതിയാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം റോമൻസ് 6:23 പറയുന്നത് പോലെ, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമ്മൾ പാപത്തിൽ ആണ്ടുപോയി മരണപ്പെടേണ്ടവരായിരുന്നു. നിത്യനരകത്തിലേക്ക് വീണു പോകാമായിരുന്ന നമ്മളെ, അല്ലെ മനുഷ്യരാശിയെ, സ്വന്തം മരണത്തിലൂടെ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാലാണ് വീണ്ടെടുത്തത്. അങ്ങനെ നമുക്ക് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ പ്രദാനം ചെയ്യാൻ വേണ്ടി ദൈവം സഹിച്ച ആ മഹത്തായ ത്യാഗത്തെക്കുറിച്ചാണ് റോമർ 6:23 പറയുന്നത്. നോക്കുക, ദൈവം എത്ര കൃപാലുവാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതേ പുസ്തകത്തിൽ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്നേഹം, മറ്റെങ്ങും കാണാൻ കഴിയാത്ത ആ ഉദാത്തമായ സ്നേഹം ദൈവം മനുഷ്യനോട് പ്രകടിപ്പിച്ചത് നമുക്ക് വേണ്ടി മരിച്ച് തൻ്റെ മരണത്തിലൂടെയാണ്. മനുഷ്യരാശി നഷ്ടപ്പെട്ടു പോകാമായിരുന്ന, മനുഷ്യൻ പാപത്തിൽ വീണ് മരിച്ചു പോകാമായിരുന്ന, എന്നേക്കുമായി നരകത്തിലേക്ക് വീണ് നശിച്ചു പോകാമായിരുന്ന ആ മനുഷ്യരാശിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ മഹത്തായ സ്നേഹം, ആ വലിയ സ്നേഹം ക്രൂശിൽ ചൊരിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് പാപക്ഷമ പ്രാപിച്ച് മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്ന ഏതു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിവാൻഷ്, വലിയ ഒരു പ്രതിഫലമാണ് അവനെ അല്ലെങ്കിൽ അവളെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഏറ്റവും വിലയേറിയ ഒരു അങ്കി, ദ മോസ്റ്റ് എക്സ്പെൻസീവ് റോബ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് അവസാനിക്കുകയും അതുപോലെ ഇതിനപ്പുറം ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഒന്നല്ല എന്ന് നമുക്ക് വചനം ഉറപ്പ് നൽകുന്നു. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ദ മോസ്റ്റ് എക്സ്പെൻസീവ് റോബ്, അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയ അങ്കി എന്ന് പറയുന്നത്. നമുക്കറിയാം, സമൂഹത്തിൽ നന്നായി ഡ്രസ്സ് ചെയ്ത് എവിടെയെങ്കിലും നമ്മൾ എത്തുവാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ സമൂഹത്തിലുള്ളവർ വിലമതിക്കുകയും അവരെ അവിടെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം കാണിക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഡ്രസ്സിന് അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് നമ്മൾ കരുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് അപ്പിയറൻസിൽ എപ്പോഴും നമ്മൾ വെൽ ഡ്രസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സായിരിക്കും സ്വർഗത്തിൽ ലഭിക്കുക?
ഇവിടെ ഇതേപോലെയുള്ള ഡ്രസ്സാണോ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുക എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് അന്ന് ഏദനിൽ നടന്ന ഒരു സംഭവം, ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് നഗ്നനായി തീർന്ന മനുഷ്യൻ നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടി ഇലകൾ കൊണ്ട് ശരീരഭാഗങ്ങൾ മറച്ചതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയും. നമുക്കറിയാം, പാപത്തിലേക്ക് വീണുപോയ മനുഷ്യന് ഒരിക്കലും തൻ്റെ പാപാവസ്ഥയെ മറയ്ക്കുവാൻ സ്വയം കഴിയില്ല. അതിന് ദൈവത്തിന് മാത്രമേ തൻ്റെ സൃഷ്ടിയുടെ പാപാവസ്ഥയെ അല്ലെങ്കിൽ പാപത്തെ മറയ്ക്കുവാൻ കഴിയുള്ളൂ എന്ന് നമുക്ക് തുടർന്ന് വരുന്ന സംഭവങ്ങളെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പാപം ചെയ്യുന്നതിന് മുമ്പ് ആദവും ഹവ്വയും ധരിച്ചിരുന്നത് ആ സ്വർഗീയമായിട്ടുള്ള ദൈവത്തിൻ്റേതായിട്ടുള്ള ആ പ്രഭ അല്ലെങ്കിൽ ആ വെളിച്ചമായിരുന്നു അവരെ മറച്ചിരുന്നത്, അവരുടെ നഗ്നത മറച്ചിരുന്നത്. പക്ഷേ അവർ പാപത്തിലേക്ക് വീണപ്പോൾ ദൈവം അവരുടെ നഗ്നത മാറ്റുന്നതിന് വേണ്ടി ഒരു മൃഗത്തിനെ കൊന്നു അതിൻ്റെ തോല് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ മനുഷ്യൻ്റെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി ദൈവം ഒരു മൃഗത്തെ കൊല്ലുന്നു. അതിൻ്റെ തോൽ ഉപയോഗിച്ച് മനുഷ്യൻ്റെ നഗ്നത മറച്ചു. പാപത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രഭ നഷ്ടപ്പെട്ട നഗ്നരായിട്ടുള്ളവരാണ്. അതിനെ മറയ്ക്കുവാൻ ദൈവം നൽകുന്ന ഒരു ഉടുപ്പിന് മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യനെ നഗ്നത മറയ്ക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ നമുക്ക് മനസ്സിലാക്കാം. ഓൺലി ഗോഡ് ഹാസ് ദ റൈറ്റ് ആൻഡ് കപ്പാസിറ്റി ടു കവർ സിന്നേഴ്സ്. അതായത് പാപത്തെ മറയ്ക്കുവാൻ അല്ലെങ്കിൽ പാപത്തെ ക്ഷമിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നമുക്കറിയാം, നമുക്കിടയിൽ പല വ്യത്യസ്തമായ വിശ്വാസ സംഹിതകളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. പാപക്ഷമയ്ക്ക് വേണ്ടി അവർ പല വിധത്തിലുള്ള നേർച്ച കാഴ്ചകൾ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരൊക്കെയും പിൽഗ്രിം സെൻറ്റേഴ്സ്, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ യാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നെന്ന കാര്യം ഓർക്കുക. അവിടെ ദൈവസേനയുള്ള യാഗവും അതുപോലെ വർഷാന്ത്യത്തിലുള്ള യാഗവും നടന്നിരുന്നു. ഈ പാപങ്ങൾക്കൊന്നും മനുഷ്യൻ്റെ പാപത്തെ എന്നേക്കുമായി ക്ഷമിക്കാനോ മറയ്ക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ആണ്ടുതോറും മഹാപുരോഹിതൻ സർവ്വജനത്തിൻ്റെയും പാപത്തിന് വേണ്ടിയുള്ള മഹായാഗം നടത്തിയിരുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ക്രൂശിലുള്ള മരണവും ഉയർത്തെഴുന്നേൽപ്പിലൂടെ എന്നേക്കുമായി ഭൂമിയിലുള്ള അത്തരം യാഗങ്ങൾ നിർത്തലാക്കപ്പെടുകയും മനുഷ്യൻ ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ശേഷിച്ചിട്ടില്ല എന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപക്ഷമ പ്രാപിച്ച് മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനും ജീവിക്കുവാനും കഴിയും എന്ന് യേശു നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. അതുകൊണ്ട് നമുക്ക് നിസ്സംശയം വിശ്വസിക്കാം, നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുവാൻ, അതുപോലെ നമ്മുടെ പാപങ്ങളെ മറയ്ക്കുവാൻ ദൈവത്തിൻ്റെ കരുണയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 19-8 പറയുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നിത്യതയിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പോലെയുള്ള വസ്ത്രങ്ങളല്ല നമുക്കവിടെ ധരിക്കുവാൻ ലഭിക്കുന്നത്.
ഇവിടെ വചനം പറയുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരായി സാക്ഷികളായി ജീവിച്ച് സ്വർഗത്തിലെത്തിയവരെ കുറിച്ചാണ്. അവർക്കവിടെ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം, വിശേഷ വസ്ത്രമാണ് ധരിക്കുവാൻ ലഭിക്കുന്നത്. ഇവിടുത്തെ പോലെ നമ്മൾ സ്പിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്ന വസ്ത്രമല്ല, സാധാരണ വസ്ത്രമല്ല. ഇനി നിത്യതയിൽ എന്നോളം നമുക്ക് ധരിക്കുവാൻ ലഭിക്കുന്നത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രമാണ്. അതുകൊണ്ട് ഉൽപ്പത്തി 3:21 സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് നിത്യതയിൽ നമ്മുടെ, അതായത് നീതിമാന്മാരുടെ നീതി പ്രവർത്തികൾ ആവുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞാടിനോടുകൂടെ എപ്പോഴും ജീവിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണെന്ന് ദൈവം ഈ ലോകത്തോട് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ സംബന്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാട് പുസ്തകം 19:9 പറയുന്നത് പോലെയുള്ള ആ വിശേഷ വസ്ത്രം ധരിക്കുവാനുള്ള വലിയ അവകാശം, ഒരു പ്രിവിലേജ് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പാപക്ഷമ പ്രാപിച്ചു സ്വന്തം പാപങ്ങളെ, തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും, അങ്ങനെ ബോധ്യം വന്നാൽ ദൈവത്തോട് ഏറ്റുപറയുവാനും, പാപക്ഷമ പ്രാപിക്കുവാനും, മാനസാന്തരത്തിൽ ജീവിക്കുവാനും ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നാമതായി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പാപങ്ങളെ തിരിച്ചറിയുകയും പാപിയാണെന്ന് സമ്മതിക്കുകയും വേണം. യഥാർത്ഥമായിട്ടുള്ള കണ്ണീര്, യഥാർത്ഥമായിട്ടുള്ള കരച്ചിൽ, യഥാർത്ഥമായ ദുഃഖം, പാപത്തെക്കുറിച്ചുള്ള ദുഃഖവും, അതുപോലെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായി ദൈവത്തോട് ഏറ്റു പറയുവാനും ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാനും കഴിയുക. എപ്പോഴും നമ്മളോട് മന്ദമായി സംസാരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മൾ ശ്രവിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ പാപത്തെ തള്ളി പറയുവാൻ, റിനൗൺസ് ചെയ്യുവാനായിട്ട്, മാനസാന്തരപ്പെടുവാനും ഒരു വ്യക്തിക്ക് കഴിയും. അങ്ങനെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എത്രത്തോളം കൃപാലുവാണ്, ദയാലുവാണ്, നമ്മളോട് ക്ഷമിക്കുന്നവനാണെന്നുള്ള ആ സത്യം മനസ്സിലാക്കുവാനും ആ സത്യത്തിൽ ജീവിക്കുവാനും അതിൻ്റെ അന്ത്യത്തിങ്കൽ, കാലാന്ത്യത്തിൽ ദൈവത്തോടുകൂടി ആ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് യുഗായുഗങ്ങളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഠന പദ്ധതി ഇവിടെ നിർത്തുന്നു. കേട്ടവരായ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ആമേൻ. നമുക്ക് ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ സ്വർഗീയ നില ദൈവമേ, കർത്താവേ, ഈ വചനം പഠിപ്പിക്കുവാൻ നീ അടിയങ്ങളെ തിരഞ്ഞെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കേട്ട ജനത്തെ, ഇത് പഠിക്കുന്നവരായ നിൻ്റെ മക്കളെ, കർത്താവേ, ദൈനംദിന ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനും നിനക്കായി നല്ല സാക്ഷികളായി നിലനിൽക്കുവാനും സഹായിക്കണം. കർത്താവേ, വരും ജീവിതത്തിൽ വിശേഷ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിത്യതയിൽ കർത്താവെ നിന്നോടൊപ്പം ആയിരിക്കുവാനും ഈ വചനം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നീ സഹായിക്കണം. പഠിപ്പിക്കുവാൻ അടിയനെ തിരഞ്ഞെടുത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. കൃപ എല്ലാവരോടും കൂടെയിരിക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ
എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു